വൺ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡെലിവറി പൈപ്പിലൂടെയുള്ള ഡെലിവറി ആയിരുന്നു. അതായത് നമുക്ക് പ്രഷർ വാട്ടറിൻ്റെ മേലെ നമ്മൾ പിസ്റ്റൺ വെച്ചിട്ട് പ്രഷർ ഇമ്പാർട്ട് ചെയ്യുന്നു. ആ പ്രഷർ കാരണം ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ വാട്ടറിനെ പമ്പ് ചെയ്തെത്തിക്കേണ്ടുന്ന റിക്വയർഡ് ഹൈറ്റിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ആ പ്രഷറിനായിട്ടുള്ള ഹൈ ആയിരിക്കും പമ്പിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള വാട്ടറിന്. സോ ഡെലിവറി വാൽവ് തുറന്ന് ഡെലിവറി പൈപ്പ് വഴിക്കായിരിക്കും വാട്ടർ ഡെലിവേർഡ് ആവുക. ഓക്കെ. സോ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ, ക്രാങ്കിൻ്റെ 0 ഡിഗ്രിയിൽ നിന്ന് 360 ഡിഗ്രി വരെയുള്ള ഒരു 1 കംപ്ലീറ്റ് റെവല്യൂഷൻ നടന്നിരുന്ന കാര്യങ്ങളായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ. ഇനി ഇവിടെ നോക്കുക, ഈ ക്രാങ്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞു, ക്രാങ്ക് ഉണ്ടാക്കുന്ന ഒരു പാത്ത് ഉണ്ട്. അത് സർക്കുലർ പാത്ത് ആയിരിക്കും. ഓക്കെ. ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ് ആർ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റേഡിയസ് ഓഫ് ദ ക്രാങ്ക് ഇറ്റ് സെൽഫ്. അതായത് ക്രാങ്ക് റേഡിയസ് തന്നെയാണ് ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ആ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആയിരിക്കും. ആ 2r എന്ന് പറയുന്നത് നോക്കാം, ക്രാങ്ക് ഇവിടെ തൊട്ട് ഇവിടം വരെ, അതായത് 0 തൊട്ട് 180 ഡിഗ്രി മൂവ് ചെയ്യുന്ന വരെ അതിൻ്റെ റെവല്യൂഷനിൽ നമുക്ക് പിസ്റ്റൺ IDCയിൽ നിന്ന് ODCയിലേക്ക് മൂവ് ചെയ്യും. അതായത് L ഡിസ്റ്റൻസ് പിസ്റ്റൺ മൂവ് ചെയ്യും. സോ ക്രാങ്ക് 0 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രിയിൽ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ടോട്ടൽ 2r ആണ് ഡിസ്റ്റൻസ് വരുന്നത്, അല്ലേ? ഇവിടെ തൊട്ട് ഇവിടം വരെയും 2r ആയിരിക്കും ഡിസ്റ്റൻസ് വരിക. ആ 2r ഡിസ്റ്റൻസിൽ ഇവിടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് IDCയിൽ നിന്ന് ODCയിലേക്കാണ്, L ഡിസ്റ്റൻസ് ആണ്. സോ 2r ഇസ് ഈക്വൽ ടു സ്ട്രോക്ക് ലെങ്ത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. സോ L ഇസ് ഈക്വൽ ടു 2r. ഇനി ഡിസ്ചാർജ് ത്രൂ എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, നമ്മൾ നേരത്തെ കണ്ട സെയിം ഡയഗ്രം തന്നെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ഡിസ്ചാർജ്? ഡിസ്ചാർജ് നമുക്കറിയാം, ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലെങ്കിൽ വോളിയം ഫ്ലോ റേറ്റ്, വോളിയം പെർ സെക്കൻഡ് ആയിരിക്കും ഡിസ്ചാർജ്. ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ എന്ത് ഡിസ്ചാർജ് ആണ് നടക്കുന്നത്? ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ. ക്യാപിറ്റൽ ഡി ആണ് സിലിണ്ടറിൻ്റെ ഡയമീറ്റർ എന്ന്. എ ഇസ് എ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് എ. ദെർഫോർ π/4 d സ്ക്വയർ ആയിരിക്കും എ എന്ന് പറയുന്നത്. യെസ്. ദെൻ സ്മോൾ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ ക്രാങ്ക്. തൊട്ട് മുൻപത്തെ ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞ പോലെ സ്മോൾ ആർ ആണ് ക്രാങ്കിൻ്റെ റേഡിയസ്. N is the capital N is the RPM of the crank. അതായത് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ്, അതാണ് N. RPM റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് N എന്ന് പറയുന്നത്. L is the stroke length of the piston. പിസ്റ്റൺ മൂവ് ചെയ്യുന്ന പിസ്റ്റൺ ഒരു സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ലെങ്ത് കവർ ചെയ്തു, അതാണ് സ്ട്രോക്ക് ലെങ്ത്. അത് നേരത്തെ പറഞ്ഞായിരുന്നു L. L is also equal to 2 into R. Then HS is the height of the axis of the cylinder from the water surface in the sump. സമ്പ് ലെവലിൽ നിന്നും സെൻറ്റർ ഓഫ് ദ സിലിണ്ടറിലേക്കുള്ള ഹൈറ്റ് ആണ് HS, സക്ഷൻ ഹൈറ്റ് അല്ലെങ്കിൽ സക്ഷൻ ഹെഡ്. HD is the height of the delivery outlet above the cylinder axis, also called delivery head. സിലിണ്ടർ സെൻറ്ററിൽ നിന്നും നമ്മൾ വാട്ടറിനെ പമ്പ് ചെയ്തെത്തിക്കേണ്ട സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് HD, ഓൾസോ ഡെലിവറി ഹെഡ്. Now, volume of the water delivered in one revolution or discharge of water in one revolution. അതായത് നമ്മൾ ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ വോളിയം പെർ സെക്കൻഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫ് വാട്ടർ അത് ഒരു റെവല്യൂഷനിൽ, അതായത് നമ്മുടെ ഈ ഡയഗ്രം നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രാങ്കിൻ്റെ ഒരു റെവല്യൂഷനിൽ എത്ര വോളിയം ഓഫ് വാട്ടറിനാണ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജിലേക്ക് ഒരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. That is equal to area into length of the stroke. ഏരിയ ഓഫ് ദ സിലിണ്ടർ ഇൻറ്റു ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക് ആയിരിക്കും ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റുന്ന ഏരിയ, വോളിയം. എത്ര വോളിയം ഓഫ് വാട്ടർ ആണ് നമ്മൾ പമ്പ് ചെയ്തെടുക്കുന്നത്, സക്ഷൻ ചെയ്തെടുക്കുന്നത്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഏരിയ ഇൻറ്റു ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക്. ദെൻ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. തൊട്ട് മുൻപത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടത് N, RPM ആയിരുന്നു, അതായത് ക്രാങ്കിൻ്റെ സ്പീഡായിരുന്നു. അത് റെവല്യൂഷൻസ് പെർ മിനിറ്റിലായിരുന്നു. ആ സെയിം വാല്യൂവിനെ നമ്മൾ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആക്കുന്നു. ദെർഫോർ N/60. RPM എന്നുള്ളത് RPSI, അതായത് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തു.
ഓക്കെ, സോ n by 60 ആവും. Therefore discharge of the pump per second, പെർ സെക്കൻഡിലുള്ള പമ്പിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q is equal to discharge in 1 revolution. Discharge in 1 revolution എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ വോള്യൂം into number of revolutions per second, that is n by 60. Therefore substitute ചെയ്യുമ്പോൾ Q is equal to A into L, which is a volume, into n by 60, which is the revolution, number of revolutions per second. A L n by 60. ഇതാണ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. Now weight of the water delivered per second, W. We know that W is equal to rho G Q. Weight എന്ന് പറയുന്നത് rho into G into discharge ആയിരിക്കും. Therefore rho G into ALN by 60. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. Now work done by the reciprocating pump. അതായത് നമ്മൾ വാട്ടറിനെ സക്ഷൻ ചെയ്ത് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് പിസ്റ്റൺ വെച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്ത് വാട്ടറിനെ ഡെലിവറി ചെയ്യാനായിട്ട് നമുക്ക് വർക്ക് അവിടെ കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വർക്ക് കൊടുക്കാൻ പറ്റുക. സോ ഈ വർക്കിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. നോക്കാം. വർക്ക് ഡൺ പെർ സെക്കൻഡ് is equal to weight of the water lifted per second. തൊട്ട് മുൻപത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടുപിടിച്ച W, that is a weight of the water lifted per second into total height through which the water is lifted. എത്ര ഹൈറ്റിലേക്കാണ് നമ്മൾ വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യുന്നത്, അത് ടോട്ടൽ ഹൈറ്റ് ആണ്. സമ്പ് തൊട്ട് നമ്മൾ റിക്വയർഡ് ഹൈറ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. therefore weight of the water W, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് HS plus HD. Okay, where HS plus HD is equal to total height through which water is lifted. ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് ടോട്ടൽ ഹൈറ്റ്. സമ്പ് തൊട്ട് റിക്വയർഡ് ഹൈറ്റ് വരെ HS plus HD ആയിരിക്കും ടോട്ടൽ ഹൈറ്റ് വരെ. Therefore weight W is given by, weight നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, rho G into ALN by 60. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Therefore work done is equal to, work done per second is equal to rho G ALN by 60 into HS plus HD. Now power required, വർക്ക് ഡൺ പെർ സെക്കൻഡ് തന്നെയാണ് പവർ. ഓക്കെ, പവർ ഇസ് ഈക്വൽ ടു വർക്ക് പെർ ടൈം ആണ് അല്ലേ. സോ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പവർ ആണ്. സോ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് ഇൻ കിലോ വാട്ട്സ്, കിലോ വാട്ട്സിലാക്കാൻ വേണ്ടി ഈ സെയിം ഇക്വേഷൻ, വർക്ക് ഡൺ പെർ സെക്കൻഡ് ഈ സെയിം ഇക്വേഷൻ തന്നെ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ വി വിൽ ഗെറ്റ് വർക്ക് ഡൺ പെർ സെക്കൻഡ് ഇൻ കിലോ വാട്ട്സ്, അല്ലെങ്കിൽ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് ഇൻ കിലോ വാട്ട്സ്. ദിസ് ഇസ് ഓൾസോ an important equation. Now discharge, work done and power required to drive the pump. ഇത് ഡബിൾ ആക്ടിംഗ് പമ്പ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സിംഗിൾ ആക്ടിംഗ് പമ്പ് ആയിരുന്നു. അതായത് പിസ്റ്റണിൻ്റെ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് വാട്ടർ ഉള്ളൂ. ഓക്കെ, സോ പിസ്റ്റൻ്റെ ഈ സൈഡിൽ മാത്രം നമ്മൾ വാട്ടറിനെ സക്ഷൻ ചെയ്ത് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഡെലിവറി ചെയ്ത് നമ്മൾ റിക്വയർഡ് ഹൈറ്റിലേക്ക് എത്തിക്കുന്നു. ഇത് കൂടാതെ വേറൊരു തരം പമ്പുള്ളത് ഡബിൾ ആക്ടിംഗ് പമ്പാണ്. ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഡബിൾ ആക്ടിംഗ് പമ്പിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പിസ്റ്റൻ്റെ രണ്ട് സൈഡിലും നമുക്ക് വാട്ടർ ഉണ്ടാവും, വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ട് സിംഗിൾ ആക്ടിംഗ് പമ്പ് കമ്പൈൻ ചെയ്ത പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവിടെ സക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ക്രാങ്ക് 0 ഡിഗ്രിയിൽ നിന്ന് 180 ഡിഗ്രി മൂവ് ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവുക, പിസ്റ്റൺ IDCയിൽ നിന്നും ODCയിലേക്ക് എത്തും. ഓക്കെ, ആ സമയത്ത് ലെഫ്റ്റിൽ നിന്നും എക്സ്ട്രീം റൈറ്റിലേക്ക് എത്തും. ഇവിടെ സക്ഷൻ നടക്കും. ഈ പൈപ്പിൽ നിന്ന് സക്ഷൻ വാൽവ് തുറന്ന് സക്ഷൻ നടക്കും. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഡെലിവറി വാൽവ് തുറന്നിട്ട് ഡെലിവറിയാണ് നടക്കുക. അവിടെ സക്ഷൻ വാൽവ് അടഞ്ഞിരിക്കും, സക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ഒരു സൈഡിൽ സക്ഷൻ നടക്കുന്ന സമയത്ത് മറ്റേ സൈഡിൽ ഡെലിവറി നടക്കും. ഇനി നമ്മുടെ ക്രാങ്ക് 180 ഡിഗ്രിയിൽ നിന്ന് 360 ഡിഗ്രിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് എക്സ്ട്രീം റൈറ്റിൽ നിന്നും എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഈ റൈറ്റ് സൈഡിലുള്ള സക്ഷൻ വാൽവ് തുറക്കും, ലെഫ്റ്റ് സൈഡിൽ ഡെലിവറി വാൽവ് തുറന്ന് ഓൾറെഡി നേരത്തെ നമ്മൾ സക്ഷൻ ചെയ്ത് വെച്ച വാട്ടറിനെ ഹൈ പ്രഷറിൽ നമ്മൾ പമ്പ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഏത് സ്ട്രോക്കിലായാലും, ഇപ്പോൾ സക്ഷൻ സ്ട്രോക്ക് ആയാലും ഡെലിവറി സ്ട്രോക്ക് ആയാലും, ഇവിടെ സക്ഷൻ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ ഡെലിവറി സ്ട്രോക്ക് നടക്കും. ഇപ്പുറത്തെ സൈഡിൽ സക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ ഡെലിവറി നടക്കും. ഇതാണ് ഡബിൾ ആക്ടിംഗ് പമ്പ്. അണ്ടർസ്റ്റുഡ്? സോ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ, ക്രാങ്കിൻ്റെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ, അതായത് 0 തൊട്ട് 360 ഡിഗ്രി വരെയുള്ള മോഷനിൽ 2 സക്ഷൻ സ്ട്രോക്കും 2 ഡെലിവറി സ്ട്രോക്കും ഉണ്ടായിരിക്കും. ഓക്കെ, കോൺസിക്യൂട്ടീവ്ലി 2 സക്ഷനും 2 ഡെലിവറിയും നടക്കും. അതാണ് ഡബിൾ ആക്ടിംഗ് പമ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. നോക്കാം. D is the diameter of the piston.
പിസ്റ്റൺ ഡയമീറ്റർ, ഈ കാണിച്ചിരിക്കുന്ന പിസ്റ്റൻ്റെ ഡയമീറ്റർ ആണ്. ഇത് തന്നെയാണ് നമ്മുടെ സിലിണ്ടർ ഡയമീറ്റർ. സിലിണ്ടറിൻ്റെ ഡയമീറ്ററും പിസ്റ്റൺ ഡയമീറ്ററും നമ്മൾ സെയിം ആയിട്ട് എടുക്കുന്നു. സ്മോൾ ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ റോഡ്. ഇവിടെ നോക്കുക, ഈ കാണിച്ചിരിക്കുന്നതാണ് പിസ്റ്റൺ റോഡ്. ഈ പിസ്റ്റൺ റോഡിൻ്റെ ഡയമീറ്റർ ആണ് സ്മോൾ ഡി. ദെൻ ഏരിയ ഓൺ വൺ സൈഡ് ഓഫ് ദ പിസ്റ്റൺ. അതായത് ഈ പിസ്റ്റണിൻ്റെ ഏരിയ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലുള്ള പിസ്റ്റൺ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദാർഫോർ π/4 d സ്ക്വയർ. A is equal to π/4 d സ്ക്വയർ. സെയിം ഏരിയ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടുപിടിക്കുകയാണ്. അതായത് ഏരിയ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ പിസ്റ്റൺ. ഈ സൈഡിലെ ഏരിയ വരുമ്പോൾ A1 നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. വേർ ദ പിസ്റ്റൺ റോഡ് ഈസ് കണക്റ്റഡ് ടു പിസ്റ്റൺ. പിസ്റ്റണിൽ പിസ്റ്റൺ റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പിസ്റ്റണിൻ്റെ ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ പിസ്റ്റൺ റോഡിൻ്റെ ഏരിയ പിസ്റ്റണിൻ്റെ ഏരിയയിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ പിസ്റ്റണിൻ്റെ ഏരിയ കിട്ടുള്ളൂ. ഓക്കെ, കാരണം ഇപ്പുറത്ത് നമുക്ക് പിസ്റ്റൺ റോഡില്ല, ഇവിടെയാണ് പിസ്റ്റൺ റോഡ് ഉള്ളത്. സോ ഇവിടെ ഏരിയ കാണുമ്പോൾ പിസ്റ്റൺ റോഡിൻ്റെ ഏരിയ കുറച്ചിട്ട് വേണം നമ്മൾ പിസ്റ്റണിൻ്റെ ഏരിയ കാണാനായിട്ട്. Therefore A1 is equal to π/4 d സ്ക്വയർ മൈനസ് π/4 സ്മോൾ ഡി സ്ക്വയർ. ഇതാണ് രണ്ട് ഏരിയ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ കമ്പാരിറ്റീവ്ലി റൈറ്റ് സൈഡിൽ വോളിയം കുറവായിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും വോളിയം കൂടുതൽ വരിക. കാരണം ഈ പിസ്റ്റൺ റോഡ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ പമ്പ് ചെയ്യുന്ന വാട്ടർ എമൗണ്ട് കുറവായിരിക്കും. ഓക്കെ, നോ the simplify ചെയ്യുമ്പോൾ π/4 d സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ. Therefore the volume of the water delivered in one revolution of the crank, അതായത് ക്രാങ്കിൻ്റെ കംപ്ലീറ്റ് റെവല്യൂഷൻ 0 തൊട്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വൺ കംപ്ലീറ്റ് റെവല്യൂഷനിൽ എത്ര വോളിയം വാട്ടർ ഡെലിവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഈ രണ്ട് ഏരിയയിലുള്ള ഈ രണ്ട് ഭാഗത്തുള്ള വോളിയം നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ എ ഇൻറ്റു ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് സ്ട്രോക്ക് ലെങ്ത്, പ്ലസ് റൈറ്റ് സൈഡിലുള്ള ഏരിയ എന്ന് പറയുന്നത് A1 ഇൻറ്റു ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സ്ട്രോക്ക് ലെങ്ത്. ഇതാണ് രണ്ട് വോളിയംസ്. ഈ രണ്ട് വോളിയംസിൻ്റെ സമ്മായിരിക്കും ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ദി ക്രാങ്കിൽ നമുക്ക് കിട്ടുക. Therefore that is equal to A into L. സ്ട്രോക്ക് ലെങ്ത് L ആണ്. അത് ലെഫ്റ്റിലായാലും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴും സെയിം സ്ട്രോക്ക് ലെങ്ത് ആണ്. Therefore A into L plus A1 into L. L കോമൺ ആയിട്ട് വരും. Therefore A plus A1 into L. Okay. Now ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. π/4 d സ്ക്വയർ പ്ലസ് π/4 d സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ ഇൻറ്റു കോമൺ ആയിട്ട് L പുറത്തേക്ക് വരും. നൗ ഡിസ്ചാർജ് ഓഫ് ദ പമ്പ് പെർ സെക്കൻഡ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വോളിയമാണ്. ഞാൻ അതിൽ നിന്ന് ഡിസ്ചാർജ് കാണാം. ഡബിൾ ആക്ടിംഗ് പമ്പിൻ്റെ ഡിസ്ചാർജ് കാണാൻ വേണ്ടിയിട്ട് വോളിയം ഓഫ് ദ വാട്ടർ ഡെലിവേർഡ് ഇൻ വൺ റെവല്യൂഷൻ, നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ സിംഗിൾ ആക്ടിംഗ് പമ്പിൻ്റെ കേസ് ചെയ്ത പോലെ തന്നെ വോളിയം ഓഫ് ദ വാട്ടർ ഡെലിവേർഡ് ഇൻ വൺ റെവല്യൂഷൻ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ്. ദർഫോർ ടോട്ടൽ വോളിയം ഇൻറ്റു n/60. ഓക്കെ, മുൻപ് ചെയ്ത അതേപോലെ. ഇഫ് ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ റോഡ്, പിസ്റ്റൺ റോഡിൻ്റെ ഡയമീറ്റർ ഡി അത് നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു വാല്യൂ, നമ്മൾ വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ ആണെങ്കിൽ ആ വാല്യൂ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ദർഫോർ ഈ ഡിയുടെ വാല്യൂ 0 എടുക്കുക. അങ്ങനെ ചെയ്തെന്നുണ്ടോ? Q is equal to π/4 d square plus π/4 d square into L into n/60. Okay, therefore 2 into π/4 d square into L into n into 60 divided by 60. Okay, that is Q is equal to 2ALN by 60, which is twice the value of the discharge of a single acting pump. സിംഗിൾ ആക്ടിംഗ് പമ്പിൻ്റെ ഡബിൾ വാല്യൂ ആയിരിക്കും നമുക്ക് ഡബിൾ ആക്ടിംഗ് പമ്പിൽ കിട്ടുന്നത്. അത് ഈ വാല്യൂ, അതായത് സ്മോൾ ഡി പിസ്റ്റൺ റോഡിൻ്റെ ഡയമീറ്റർ നെഗ്ലിജിബിൾ ആണെങ്കിൽ, വെരി സ്മോൾ വാല്യൂ ആണെങ്കിൽ. ഓക്കെ, നൗ വർക്ക് ഡൺ. ഡബിൾ ആക്ടിംഗ് പമ്പിൻ്റെ കേസിൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡെലിവേർഡ് ഇൻറ്റു ടോട്ടൽ ഹൈറ്റ്, മുൻപ് ചെയ്ത പോലെ തന്നെ. ദർഫോർ ρg(Q), അതായത് ρg ഇൻറ്റു ഡിസ്ചാർജ് പെർ സെക്കൻഡ് ഇൻറ്റു ടോട്ടൽ ഹൈറ്റ്. ടോട്ടൽ ഹൈറ്റ് നമുക്കറിയാം HS+HD ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഡിസ്ചാർജ് പെർ സെക്കൻഡ് പറയുന്നത് 2 into ALN/60 ആണ് ഇൻറ്റു ρg. ദർഫോർ സിംപ്ലിഫൈ ചെയ്യാണ് നമ്മൾ. ഓക്കെ, ഇതാണ് ഫൈനൽ ഇക്വേഷൻ. വർക്ക് ഡൺ പെർ സെക്കൻഡ് ഫൈനൽ ഇക്വേഷൻ ആണ്. ഇതിൽ നിന്ന് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ ഡബിൾ ആക്ടിംഗ് പമ്പ് കാണാം. അത് കിലോ വാട്ട്സിൽ കാണാനായിട്ട് ഡിവൈഡ് ബൈ 1000 ചെയ്യാം. സോ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ 1000, that is 2 ρg into ALN/60 into HS+HD divided by 1000. Okay, this is a final equation. Simplify ചെയ്ത ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ്. അതിന് മുൻപായിട്ട് ചെറിയൊരു ടോപ്പിക് ഉണ്ട്, നെഗറ്റീവ് സ്ലിപ്പ് ആൻഡ് നെഗറ്റീവ് സ്ലിപ്പ്. ആ രണ്ട് കാര്യങ്ങൾ എടുത്തിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.